അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചക്കരച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചക്കരച്ചോറ് നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ചക്കരച്ചോറിന് ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, അത് പച്ചരിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ വെള്ളം 3 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 3 വിസിലടിക്കണ വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ശർക്കരയാണ്. ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് മെൽറ്റാക്കി എടുക്കണം. കുറച്ച് വെള്ളം മതി. അപ്പം നമ്മുടെ ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചോറ് ശരിക്കും വെന്തിട്ടുണ്ട്. ചക്കര ചോറിന് വേണ്ടിയുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ഏലക്ക ചതച്ചതാണ്. ആ 2 ഏലക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമുക്കിനി ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. സിമ്മിലിട്ടാൽ മതി. നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കണ്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഇത് പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു ഐറ്റമായിരുന്നു. ഇപ്പം അങ്ങനെ പൊതുവെ ഉണ്ടാക്കൽ കുറവാണ്. നേരത്തെയൊക്കെ കിണറിലൊക്കെ വെള്ളം കാണുമ്പോൾ ചക്കരച്ചോറായിരുന്നു ഉണ്ടാക്കണേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കരച്ചോറായിരുന്നു ഉണ്ടാക്കി മദ്രസയിൽ പിള്ളേർക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ ഒഴിവായിപ്പോയി. ഇപ്പം വെള്ളം കലക്കലും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കലും അങ്ങനെയൊക്കെയായി മാറി. അപ്പോൾ നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് കണ്ട് ചെറിയൊരു വീഡിയോയാണ്. വീഡിയോയ്ക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമലൈക്കും.